ബാവാക്കയുമൊത്തുള്ള കുറച്ചു മിനിറ്റുകൾ അതിമനോഹരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി ചുറ്റിമരിക്കുന്ന ഞങ്ങളിലേക്ക് പകർന്നു നൽകപ്പെട്ടു. ഓരോ ചോദ്യങ്ങൾക്കും ഹാസ്യവും വിനയവും കലർന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ നാട് രാമനാട്ടുകരയുടെ ബാവാക്കയുമൊത്തുള്ള വീഡിയോയുടെ 2ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളെ പ്രോത്സാഹിക്കില്ലേ? സ്കൂൾ കുട്ടികളെ അതെങ്ങനെയൊക്കെയാണ്? കുട്ടികളെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ലഹരിയാണ്. ഇപ്പോഴല്ലേ ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് 2 കാര്യത്തിന് ഞാൻ പോവാ. ഒന്ന് അതിനും ഒന്ന് പണ്ട് കളിക്കാനും. എവിടെ കളി കാണുന്ന വെച്ചാൽ അവിടെ വണ്ടി എടുത്തിട്ട് കളിക്കാൻ പോകും. അതിന് പെരക്കാരും നാട്ടുകാരൊക്കെ ഉണ്ട് ചീത്ത പറയാറുണ്ട്. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ലഹരി അതാണ്. പിന്നെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഇങ്ങോട്ട് വരുമ്പോൾ അന്ന് സീബ്രാലൈനില്ല. കുട്ടികളെ അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് കടത്തി കൊടുക്കും. ഇങ്ങോട്ട് കടത്തി കൊടുത്തിട്ട് ഒരു മറ്റേ റോഡുമേലാക്കി കൊടുത്തിട്ടാണ് പിന്നെ വീണ്ടും അങ്ങനെ തന്നെ തിരിച്ചു പോവാം. അങ്ങനെ ഇരിക്കുക. ഒരു ദിവസം കൊച്ചിയിൽ നിന്നൊരു വണ്ടി നമ്മൾ കൈയാട്ടിട്ടൊന്നും നിർത്തിയില്ല. അപ്പം എൻ്റെ കൂടെ അന്ന് അസിസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞേ, എൻ്റെ കയ്യിലൊരു കുടമുണ്ട്. ഞാൻ ആ കുട കൊണ്ട് ഒരു ഏറാണ്. ആ ഏറ് കിട്ടിയിട്ട് അതിൻ്റെ വണ്ടിൻ്റെ ബോഡിമ തട്ടിയിട്ട് തെറിച്ച് അതിനോ അപ്പുറം കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആരെ വണ്ടിക്ക് എറിഞ്ഞേന്ന് ചോദിച്ചു. അപ്പോൾ നാട്ടുകാരെ കണ്ട് കൂടി എറിഞ്ഞ ആൾക്കാർ ഞങ്ങളാണ്. എനിക്ക് എന്താ വേണ്ടി ചോദിച്ചു. ഇവിടെ കുട്ടികൾ പോകണേ ഈ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളാക്കി കൊടുക്കണത്. പിന്നെ ഓനിക്ക് അവിടെ നിന്ന് സ്ഥലം വിട്ടാൽ മതി. കുറേ സോറിയൊക്കെ പറഞ്ഞ് നജി പോയിക്കോന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികളെ കടത്തി വിടാന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാരെ, ചെറിയ മക്കളെ, സ്ത്രീകളെ നമ്മളെ പോകണ്ടേ ഡ്രൈവർമാർക്ക് കണ്ടുപിടിക്കില്ല. പലപ്പോഴും ഇപ്പോഴുള്ള സ്ഥിതി അതാണ്. അപ്പം എന്താ ചെയ്യാൻ, നമ്മൾ നടക്കുന്നിട്ട് കുട്ടികളെ അങ്ങോട്ട് ഇങ്ങോട്ടാക്കി കൊടുക്കും. കുട്ടികൾ പോകണ്ടേ, നമ്മക്കില്ല മക്കള്. ഞാൻ പല ആൾക്കാരോടും ചോദിക്കും, നമ്മളെ പേരിൽ സ്ത്രീകളും കുട്ടികളും ഇല്ലേ, അവർക്ക് പോകണ്ടേ, അവർ പോകണ്ടല്ലോ എന്നെ ചോദിക്കാറുണ്ട്. ചിലവർ അംഗീകരിക്കും, ചിലരെ അത് പോക്കാണ്. അർജന്റീന പറഞ്ഞാല് അത് മറഡോണ കളിച്ച ആ കാലത്ത് അത് ഭയങ്കര താല്പര്യമാണ്. പലരും പറയും, ഞാൻ എൻ്റെ സൈക്കിൾമേലും വണ്ടിമേലൊക്കെ ഈ അർജന്റീനയുടെ പതാകയും പടിയും കുത്തും. ഒന്നുമേൽ പടിയും കുത്തും, ഒന്നുമേൽ പതാകയും കുത്തും. എന്നിട്ട് പിന്നെ ഒരു ദിവസം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ അതിനെ ആരാധിക്കാൻ പറഞ്ഞു. എനിക്ക് ആരാധന ഇല്ല, എനിക്ക് ഇഷ്ടം അതിനോടാണ്. അയ്യച്ചി കളിക്കാരോടൊന്നും എതിരല്ല, പക്ഷെ അർജന്റീനയാണ് എൻ്റെ. പിന്നെ അന്നത്തെ കാലത്തൊക്കെ കളിക്കാൻ ക്രൈസ്പോ, പിന്നെ റിക്കൽമി, അവൻ വാൾഡാനോ, മർഡോന്റെ സുഹൃത്തുക്കൾ 2 ആള്, പിന്നെ വാൾഡാനോ, പിന്നെ ബോൾസാഗ. ഓരെന്താണ് ലെഫ്റ്റും റൈറ്റും, ഓരെന്തായിരുന്നു റൈറ്റും ലെഫ്റ്റും കളിച്ചിരുന്നത്. സുഖങ്ങളൊന്നും ഇപ്പം ഇല്ല. പക്ഷെ ഈ കാലിൻ്റെ സുഖം, അതായത് കഴിഞ്ഞല്ല അതിൻ്റെ മുമ്പത്തെ അജ്ജികമ്പലി വളണ്ടിയറായിട്ട് പോരുന്നത്. അത് 25 കൊല്ലമായി അവിടെ വളണ്ടിയറായിട്ട് പോരുന്നുണ്ട്. അവസാന കൊല്ലം കാലിന് ചെറിയൊരു മുറി ഉണ്ടായി. അപ്പോൾ ഈ ഇതിൻ്റെ ലഹരിയിലുണ്ടല്ലോ, അജിമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണേ ഇരിക്കുന്ന ഇതിൽ കാലിന് മുറി ഉണ്ടായത് അത്ര ശ്രദ്ധിച്ചില്ല. അന്ന് എന്നെ കൊണ്ടുപോകണ സ്നേഹിതൻ കാറിന് പോകണ മോനെ ഒരു മോട്ടോർ സൈക്കിൾ എടുത്തപ്പോൾ അതിന്മേലെ ഞാൻ പോകാറ്. ഡെയിലി പോക്കും വരുമ്പോൾ നല്ല മഴക്കാലവും അതിൽ ഈ വെല്ലിൻ്റെ ഇടയിൽ കൂടി ചളിയും മണ്ണും കയറിയിട്ട് അങ്ങോട്ട് പഴുത്തുപോയി. എന്നിട്ട് ഞാൻ അവസാന ദിവസം വരെ പോയിരുന്നു. അവസാന ദിവസം പോയി പിന്നെയാണ് ഇതിൻ്റെ വേദന തുടങ്ങിയത്. അങ്ങനെ ആദ്യം ഒരു ഡോക്ടറെ അടുത്ത് പോയി, പിന്നെ വേറെ ഡോക്ടറെ അടുത്ത് പോയി. അവസാനമാണ് ഇപ്പോഴുള്ള പ്രവീൺ കുമാർ സാറിൻ്റെ അടുത്ത് എത്തി. അയാൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, താമസിച്ചാൽ ചിലപ്പം പഴുപ്പ് കയറും, അല്ലെങ്കിൽ പിന്നെ ഉടനെ കട്ട് ചെയ്യണം. അപ്പം പിന്നെ ഇവര് മകനാണ്, ഇത് ചെറിയ മകനാണ്. അപ്പോൾ 2 പേരും പാടെ കൊണ്ടുപോയി സമ്മതം കൊടുത്ത് അങ്ങനെയാണ് കാല് കട്ട് ചെയ്തത്. പക്ഷെ എന്നാലും ഞാൻ അടങ്ങിയിരുന്നിട്ടില്ല. പഠിച്ചവൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് എവിടെ ആരാ വിളിക്കുന്നത് വെച്ചാൽ അപ്പോൾ ഈ അടുത്ത ദിവസം ബൈത്തർ റഹ്മാൻ്റെ ഉദ്ഘാടനത്തിന് പോയി. മിനാന്ന് കഴിഞ്ഞ ഞായറാഴ്ച. ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഹജ്ജ് കമ്മിറ്റിൻ്റെ ആൾക്കാർ അവർ പേഴ്സണലായിട്ടോ മറ്റേ കമ്മിറ്റിൻ്റെതല്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ സേവനം ചെയ്യണം. ആ സേവനം ചെയ്ത് എൻ്റെ ഒപ്പം പണിയെടുക്കുന്ന ആളുകൾ എന്നെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. പറയാണ്ടിരിക്കാൻ ഒക്കില്ല. ആശുപത്രിയിലേക്ക് പോകാനോ എല്ലാത്തിനും ആളെ ഞാൻ പേരെടുത്ത് പറയാൻ പറ്റില്ല, അത്ര ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ അടുത്ത ദിവസം ഒരു ടീമിനെ കാണാൻ വന്ന് ഒരു പൈസ തന്ന്. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും ഒരു കേൾക്കൂല. അപ്പോൾ മോളെ പിന്നെ അത് കൊണ്ടുവരാൻ പറഞ്ഞു. രാമനാട്ടുകര വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ പാരഡൈസിൻ്റെ ആ ഭാഗം ചെറിയ റോഡായിരുന്നല്ലോ. അവിടെ അന്ന് വലിയൊരു അപകടം നടന്നിട്ടുണ്ട്. ചെറുപ്പത്തിലാണ് അതിൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് വലിയൊരു അപകടം നടന്ന സമയത്ത് നിങ്ങളവിടെ വന്നത്. ഞാൻ ഇത് അന്നിപ്പം നിങ്ങൾ ഞാനായിട്ട് പരിചയമില്ലാത്തോണ്ട് മറുപടി പറയാൻ. പക്ഷേ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ലഹരിയാണ്. അന്ന് എവിടെ തട്ടിയാലും ഒരു മീൻ വണ്ടി തട്ടിയിട്ട് 4 or 5 ഫോണ് വണ്ടി തട്ടിയിട്ട് എന്താ വെച്ചാൽ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ആ സാധനം കിടക്കുക. അത് നോക്കിക്കുന്ന പല ആളുകളുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് എടുത്ത് പോകാൻ ഉദ്ദേശിച്ചിട്ട് മാറ്റി വെക്കാനൊക്കെ ആയിരിക്കാം. പക്ഷെ ഞാൻ 5 ഫോൺ കൊടുത്തു. നീങ്കാര വണ്ടിയാണ്. 5 ഫോൺ കൊടുത്തിട്ട് 2-3 കീസലായിട്ടിട്ട് ഇതൊക്കായി. അങ്ങനെ കൊണ്ടോട്ടിക്ക് വിളിച്ച്, കൊണ്ടോട്ടിക്കാരൻ വണ്ടിയായിരുന്നു. ഓല് വന്നപ്പോൾ ഞാൻ വണ്ടി തങ്ങൾ 5 ഫോൺ ഇങ്ങനെ കിട്ടിയതാണ്. വണ്ടിയിൽ നിന്ന് കിട്ടിയതാണ്. കാരണം ആരെങ്കിലും കൊണ്ടുപോകും. അതിനായിട്ട് നിൽക്കുന്ന ആളുകളാണ്. 10 ഉറുപ്പ്യ കിട്ടിയാൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കുന്ന ആളാണ്. അക്കാലത്തൊന്നും ഒരു 10 ഉറുപ്പ്യ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇതെവിടെ കിട്ടി? ഉമ്മാൻ്റെ ചോദ്യമാണ്. ഇതെവിടെ കിട്ടി? അമ്മ ഇങ്ങനെ എവിടെ നിന്ന് കിട്ടിയെന്നാ ചോദിച്ച്. അതിങ്ങനെ വീണ് കിട്ടിയാണ്. ഒന്നുകിൽ അവിടെ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ആർക്കും കൊടുക്കുക. ആ ഒരു പ്രചോദനം ഉമ്മയിൽ നിന്ന് കിട്ടിയതാണ്. കാരണം 1 ഉറുപ്പ്യ ഒരാളുടെ എടുക്കുക. അതൊന്ന് മക്കളെ പേരെ കുട്ടികളൊക്കെ പഠിപ്പിക്കേണ്ടി. ആരും അത് തൊടൂല. എവിടെ കിട്ടിയാലും ഇവിടെ കൊണ്ടുതരും. ഒരു സ്ലേറ്റ് കിട്ടിയാലും ഇവിടെ കൊണ്ടുതരും. കൊണ്ടുവന്നിട്ടില്ലാക്കിയിട്ട് ഉമ്മാരോട് കിട്ടും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അത് നടന്നത്. നിങ്ങൾ പറഞ്ഞ ആക്സിഡൻറ്റ് ഒന്നൊന്നല്ല. ഇപ്പം ചുരുക്കാണ്ട് പറഞ്ഞാൽ ഈ സാറ് ഇവിടെ വന്നതിൻ്റെ മുന്നേ വരെ ദിനവും സാറിനെ ഇതാക്കിയിട്ട് പറയല്ല, ദിനവും ആക്സിഡൻ്റാണ്. ആക്സിഡൻ്റ് ഇല്ലാത്തൊരു ദിവസം രാമനാട്ടുകര ഈ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അതിനൊരുപാട് മാറ്റാം. അതിൻ്റെ ഒരുപാട് മാറ്റാം. 1ഉം 2ഉം അല്ല. എത്ര നമ്മൾ കാണുന്നതല്ലേ. നമുക്ക് തന്നെയാണ് പണി. ഞങ്ങൾക്ക് ഓടിച്ചില്ല, ആളെടുക്കുക, വണ്ടി അങ്ങോട്ട് മാറ്റുക, അങ്ങോട്ട് മാറ്റുക. പിന്നെ ഞാൻ ഒരു ചെറിയ ന്യായക്കേട് ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ ബസ്സിലെ കണ്ടക്ടർമാരെ ആക്സിഡൻ്റ് ആയ വണ്ടി കയറ്റി വിട്ടാളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ യാത്രക്കാർക്ക് ഒരു ബോധമില്ല. യാത്രക്കാർക്ക് എന്താ വെച്ചാൽ ആക്സിഡൻ്റ് ആയതേ പോകണം. എന്തിനങ്ങൾ ഭർത്താവ് ഉണ്ടാക്കുന്ന അതുപോലെ നോക്കിക്കോളില്ലേ. അങ്ങനെ അതിൻ്റെ ശേഷം എനിക്ക് എന്താ വെച്ചാൽ ഞാൻ കണ്ടക്ടർമാർ വിളിച്ചാൽ മോനെ ഒന്ന് ഈ കയറി കൊടുത്താൽ കണ്ടക്ടർ പോയാൽ പിന്നെ യാത്രക്കാർക്ക് അത് ഞാൻ ഇത് തെറ്റാണോ എനിക്കറിയില്ല. ഞാൻ ചെയ്യാറുണ്ട്. കണ്ടക്ടർമാർ വിളിച്ച് ആക്സിഡൻ്റായി കൊണ്ടുപോകണ വണ്ടിയിൽ കയറ്റി വിടാറുണ്ട്. അത് ചെയ്തിട്ടുണ്ട് ഞാൻ. അല്ലാതെ ഒരു മറ്റുള്ള ബുദ്ധിമുട്ടൊന്നും ആർക്കും ചെയ്തിട്ടില്ല. ഞാൻ മടുത്തിട്ടില്ല. ഇവർ ചീത്ത അറിയും. ഇപ്പം അങ്ങനെ കയ്യിലേം പോകണ്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറയും. ഞാൻ ഇവരിത് പറഞ്ഞാൽ അപ്പുറത്തുകൂടി മാറിപ്പോവും. ഇന്നിപ്പോൾ കല്യാണത്തിന് പോയത് അങ്ങനെയാണ്. ഇവരൊക്കെ ഇവിടെ മാറ്റുണ്ട്. ഇവർക്കൊക്കെ പോവാണ്ട് കല്യാണത്തിന്. ഒരേ കല്യാണത്തിനാണ് പോകണല്ലോ ഒരേ പരിപാടി. ഞങ്ങൾ വന്നോളിയായിരുന്നു. ഞാൻ മാറ്റി നേരെ മുകളിൽ കയറി അവിടെ ഒരു വണ്ടിയിൽ കയറി ബസ് കയറിയാണ്ട് പുളിക്ക് പോയി കല്യാണത്തിന് പോയി. കല്യാണം കഴിഞ്ഞ് അപ്പം തന്നെ തിരിച്ച് പുറത്ത് വന്നു. ഇവരൊന്നും വന്നിട്ടില്ല. ഇവർക്കൊക്കെ ഉണ്ട് താറാഴ്ച 1 മണീൻ്റെ കല്യാണം വെച്ചാൽ വലിയ 2:30 പോകുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല സാറേ. അത് ഏത് പരിപാടിയായാലും ആദ്യം പോകണം നല്ലത്. ആദ്യം അവിടെ എത്തണം, മുമ്പിലെത്തണം, നേരത്തെ എത്തണം. സ്പോർട്സ്മാൻ സ്പിരിറ്റ് അന്നുണ്ട് ഇന്നുണ്ട്. ഈ നാടിൻ്റെ മനസ്സറിഞ്ഞ് നാട്ടുകാരുടെയും സാധാരണക്കാരുടെയും ഹൃദയത്തോട് ചേർന്ന് നിന്ന് ഒട്ടേറെ സൽപ്രവർത്തികൾക്ക് നേതൃത്വം നൽകപ്പെടുമ്പോൾ ബാവക്ക തിരിച്ചൊരു പുഞ്ചിരി പോലും പ്രതീക്ഷിച്ചു കാണില്ല. നിസ്വാർത്ഥതയോടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എത്ര നാൾ കൂട്ടിലടച്ചിട്ടാലും ഒരു നാൾ പൂട്ട് തുറന്ന് പറന്ന് പുറത്തേക്കുയർന്നു വരും. അന്ന് ആ പ്രവർത്തനങ്ങളെ ഈ നാട് അംഗീകരിക്കപ്പെടും. ബാവക്കക്ക് ദീർഘായുസ്സുള്ള ആരോഗ്യം നേർന്നുകൊണ്ട് നിർത്തുകയാണ്.